അതെ. ഓക്കെ, ഇനി മെഡ്രാസ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എങ്ങോട്ടാ ഓടിയത്? എനിക്ക് മലയാളത്തിലെ ഓഫേഴ്സ് വരുന്നതിന് മുമ്പ് വന്നത് തമിഴിൽ നിന്നായിരുന്നു. പക്ഷെ ചെയ്ത മലയാളത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് എന്റെ മൂവി വന്നിട്ട് ചന്ദ്രവദന എന്ന് പറഞ്ഞ ഒരു മൂവി. അതില് ഹീറോ ഒക്കെ ബാംഗ്ലൂർ ഒരു മോഡലായിരുന്നു. അത് പക്ഷെ കുറച്ച് ഹെവി ക്യാരക്ടർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. കുറെ ചേസിങ്ങും ഫൈറ്റും അങ്ങനെയൊക്കെയാണ്. ഞാനല്ല ഫൈറ്റ്, ചേസിംഗ് ഒക്കെ എന്നെ ചേസ് ചെയ്യാൻ വരും. കുറച്ച് ഇമോഷണൽ ടൈപ്പ്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ കുറച്ച് പണി എടുത്തു ആ പടത്തില്. അത് പക്ഷേ അത് ഒരു 3.5 years ആയിട്ടുണ്ടാവും കേട്ടോ. 2 years അല്ല, അതെ 4 years ആയിട്ടുണ്ടാവും അതിപ്പോ. പക്ഷെ റിലീസ് പഠിക്കുവായിരുന്നോ? എന്നാ ചെയ്യുവായിരുന്നു? അത് ഞാൻ 8th or 9th ആയിരുന്നു അപ്പൊ. അതെ. അപ്പോ റിലീസ് ആയത് ഈ അടുത്തത്, അത്രയും ഡിലേ വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മാസ്റ്റർ മഹേന്ദ്രൻ ഹീറോ ഫസ്റ്റ് ചെയ്ത മൂവിയാണ് വിഴ എന്ന് പറഞ്ഞ മൂവി. അത് അത്യാവശ്യം അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. കാരണം അതിന്റെ സ്റ്റോറി ഡിഫറെന്റ് ആയിരുന്നു. ആരും എടുക്കാത്ത ഒരു സ്റ്റോറി ആയിരുന്നു. അത് കുറച്ച് ഡെത്ത് ഏരിയയിലൊക്കെ ഈ ഒപ്പാരി വെക്കുക പറയില്ലേ, പാട്ട് പാടുന്ന ആ ഒരു യങ് അല്ല, ഓൾഡ് ഏജ് ഗ്രൂപ്പ് ഉണ്ട്. കുറെ അമ്മൂമ്മമാര് കൂടി ഒരു മരിച്ച സ്ഥലത്ത് ചെന്ന് പാട്ട് പാടും. പാട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കരച്ചിലോടുള്ള പാട്ട്. അതിൽ ആ കൂടെ ഉള്ള ഒരു യങ് ഗേൾ എന്ന് പറയുന്ന ഞാനാ. അപ്പൊ ആ രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറി ആയിട്ട് അത് ചെയ്തു. അത് നല്ലൊരു ക്യാരക്ടർ. അതെ അതെ, ഡൾ മേക്കപ്പ് ഒക്കെ ചെയ്ത്. അതിന് എന്നെ 45 days ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് എന്താ പറയാ, ശരിക്കുള്ള റിയൽ കളർ അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ വെയിലത്തിരുത്തി. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ബേസിക്കലി വെയിലത്ത് നിറങ്ങണം തന്നെ ഒരു 10 കൊടയൊക്കെ പിടിച്ച് ആരെങ്കിലും സൈഡിലെങ്കിലും മാക്സിമം ക്രീം എല്ലാം വാരി തേച്ചൊക്കെയാ നമ്മള്. ഇതിപ്പോ ആലോചിച്ചോക്കെ കുറച്ചു നേരം കറുത്തിട്ട് ഒരു വെയിലത്തിരുന്നിട്ട് എന്നിട്ടുണ്ടല്ലോ ക്യാമറമാനൊക്കെ നോക്കുമ്പോ ഞാൻ എപ്പോഴെങ്കിലും ഈസിയിലൊന്ന് കയറി നിന്നാ അവരെന്നെ നോക്കും. അപ്പൊ തന്നെ ഞാൻ ഇറങ്ങും. അപ്പൊ ഇച്ചിരി ഒരു മേക്കപ്പ് വൈസ് ആണെങ്കിലും എല്ലാം വില്ലേജ് ഏരിയ ഷൂട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ വേറെ മാതിരി എന്ന് പറഞ്ഞ മൂവി ചെയ്തു, ശരവണൻ സാറിന്റെ. അതില് ഹീറോയിന്റെ സിസ്റ്റർ ആയിട്ടാണ് ചെയ്തത്. വിക്രം പ്രഭു ആയിരുന്നു ഹീറോ. അതും തമിഴ്നാട്ടിൽ എന്നെ അറിയുന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു മൂവിയിലെ സോങ് ഉണ്ട്. അത് പറഞ്ഞാൽ എല്ലാവരും മിക്കവരും അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഹ്മൻ എന്ന് പറഞ്ഞ മൂവി ചെയ്തു ശശികുമാർ സാറിന്റെ. അതിലും സിസ്റ്റർ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ഈ 2 സിസ്റ്റർ ക്യാരക്ടറും നോട്ടബിൾ ആയിരുന്നു കേട്ടോ, നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ 2 ഹീറോയിൻ മൂവി ചെയ്തു. ഒന്ന് വഴിയും ഇപ്പൊ ലാസ്റ്റ് വെട്ട് എന്ന് പറഞ്ഞ ഒരു മൂവി ചെയ്തു. ആ 2 ഹീറോയിൻസ് പിന്നെ 2 സിസ്റ്റർ ക്യാരക്ടേഴ്സ്. അതാണ് ചെന്നൈ. അതെല്ലാം ഇതിനകത്തെല്ലാം സിസ്റ്റർ ക്യാരക്ടേഴ്സ് ആ ചെയ്തേക്കുന്നത്. 2 മൂവിയില് സിസ്റ്റർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പടത്തില് ഡബ് ചെയ്തോ? ഫസ്റ്റ് പടത്തില് ഡബ് ട്രൈ ചെയ്തു, പക്ഷെ അത് അത്ര ശരിയില്ല. പക്ഷെ ഞാൻ അവിടെ ഈ 2 സിസ്റ്റർ ക്യാരക്ടർ പറഞ്ഞില്ലേ, അതിൽ ഞാൻ ഡബ് ചെയ്തു. അപ്പൊ തമിഴിലും ചെയ്തു, മലയാളത്തിൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇമോഷണൽ ആയിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തപ്പം നമുക്ക് ഈ ലാംഗ്വേജ് വലിയൊരു പ്രശ്നം വരികയല്ലേ? അതിപ്പോ എങ്ങനെയാ പറയാ, എനിക്ക് തമിഴിനോട് പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിപ്പോ എല്ലാവരും പറയാണ്ട് നന്നായി തമിഴ് സംസാരിക്കുന്നുണ്ടൊക്കെ. അത് എന്റെ അച്ഛൻ അവിടെ പുറത്ത് വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ പണ്ടോട്ടെ അച്ഛൻ തമിഴ്നാട്ടിൽ അച്ഛൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ആയിട്ടും അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടില്ല, അതാണ് രസം. ഞാൻ പോയിട്ടൊന്നുമില്ല. അച്ഛൻ വീട്ടിൽ വരുമ്പോൾ തമിഴ് ചാനൽസും അങ്ങനെയൊക്കെ വെക്കും. അപ്പൊ ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ അങ്ങനെ കണ്ടുവന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എനിക്ക് തമിഴിനോട് ഒരു ഇഷ്ടമുണ്ട്. സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ കേട്ടിട്ട് ആ ഒരു സ്റ്റോറേജ് ആണ് തലയിലുള്ളത്. പിന്നെ മൂവി സ്റ്റാർട്ട് ചെയ്തപ്പോ സ്പീക്ക് ചെയ്യാൻ ഫ്ലോ ആയി. തെലുങ്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ, മനസ്സിലാവും, സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഡബിങ്ങിന്റെ കാര്യം ചോദിച്ചപ്പോ അത്ര ബുദ്ധിമുട്ടിയിട്ടില്ല തോന്നുന്നു. ഇപ്പൊ ഇമോഷണൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതെനിക്കറിയാം. ഇപ്പൊ കരച്ചിലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ തെറ്റിന്ന് വരുന്ന ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ മിക്കതും അത് ഒരൊറ്റ ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കും. അപ്പോൾ ഞാനത് അത്രയും ഫീൽ എടുത്തിട്ട് ഞാൻ റെഡിയായി എന്ന് പറയുമ്പോൾ, അല്ല റെഡി ആണെങ്കിൽ മാത്രം റെഡി ചെയ്ത് പറയും സാർ നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ മിക്ക സമയം എനിക്ക് ഇമോഷണൽ ക്യാരക്ടേഴ്സ് അവർ പറയാറുണ്ട്. എൻ്റെ അടുത്ത് പറയും കളിയാക്കിയിട്ടാണോ അത് നല്ലതാണോ എന്നറിയില്ല, മിക്കവരും പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ സംഭവങ്ങളൊക്കെ ഭയങ്കര ഈസി ചെയ്യും. എന്തെങ്കിലും ചെറുത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്നാണ്. അത് ഇമോഷണൽ അതാണ് ചെറുത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ശരിയാ. അപ്പൊ അങ്ങനെ എന്നതേലും ഒരു പ്രയാസം ഏതെങ്കിലും ഒരു സീനിൽ ചെയ്തത്, ഒത്തിരി ടേക്ക് പോയ സാധനം ഉണ്ട്? ബ്രഹ്മൻ എന്ന് പറഞ്ഞ മൂവിയില് ശശികുമാർ സാറിന്റെ അനീതി ചെയ്തു പറഞ്ഞിട്ട് അതില് കുറച്ച് പണി ഉണ്ടായിരുന്നു, കുറച്ച് ടേക്ക് പോയി. അത് ആൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കുന്ന ഒരു ഡയറക്ടർ. അപ്പോ കുറച്ച് പണിയായിരുന്നു, കുറച്ച് ലേറ്റ് നൈറ്റ് ഒക്കെ പോയി ഷൂട്ട്, ഉറക്കവും എല്ലാം
അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ടെൻസ്ഡ് ആവും അല്ലേ? എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഒരു 2-3 ഷോർട്സിനുള്ള ശരിയായില്ലെങ്കിൽ കൂടുതൽ പോകുന്നതോറും എനിക്ക് ടെൻഷനാ. അപ്പൊ എന്താ എന്റെ നെർവസ് ആവും. അപ്പൊ ഈ ഫസ്റ്റ് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് അത് ഭയങ്കര എനിക്കത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ മിക്കതും ഞാൻ 3-4 ടേക്കിൽ ഓക്കെ ഒക്കെ നോക്കും. അപ്പൊ ഇത്രയും മൂവീസ് ചെയ്തതിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ആണ്, ഭയങ്കര പോസിറ്റീവ് പവറാണ് നമുക്ക് വരുന്നത്. അങ്ങനെ മുകളിൽ ആരെങ്കിലും നല്ല നമ്മൾ ഏതെങ്കിലും വലിയ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റീസ് ആരെങ്കിലും വന്ന് ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 916 ആണ് എൻ്റെ മെയിൻ ലീഡ് റോൾ ചെയ്തത് മലയാളത്തില്. അതിലാണെങ്കിലും VKP സാറൊക്കെ കണ്ടു പറഞ്ഞിരുന്നു എൻ്റെ ആപ്റ്റായ ക്യാരക്ടർ ആയിരുന്നു കേട്ടോ ആ സമയത്ത് കിട്ടിയത്. അത് ഒരു ന്യൂക്കമറാന്ന് തോന്നിയിരുന്നില്ല, നന്നായി ചെയ്തിട്ടുണ്ട് മോളൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ കമൽ സാറായാലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറയാൻ ഈ ബ്രഹ്മൻ മൂവി ഓഡിയോ ലോഞ്ചിന് കമലഹാസൻ സാറൊക്കെ വന്നിരുന്നു, DSP സർ, മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അവിടെ വെച്ചൊരു നടന്നതെന്ന് പറഞ്ഞാൽ DSP സാറിനെ ഞാൻ ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ തന്നെ. അപ്പോൾ ആളെ ഇങ്ങോട്ട് പറഞ്ഞു ബ്രഹ്മനിലെ ലാസ്റ്റ് ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട് ശശി സാറായിട്ട്. അപ്പോൾ അത് ഞാൻ കണ്ടിരുന്നു, മോള് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു. എനിക്ക് ശരിക്കും എൻ്റെ ചേച്ചി ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ എന്നെ ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇങ്ങോട്ടൊരു കോംപ്ലിമെന്റ് കിട്ടിയപ്പോൾ അയ്യോ എനിക്ക് സത്യമായിട്ട് ഗൂസ് ബംസ് വന്ന സമയത്ത് നമ്മൾ തന്നെ ഭയങ്കര അയ്യോ ഇത്രയൊക്കെ ഉണ്ടോ എന്നല്ലേ. അപ്പൊ ശരിക്കും മോളെ ഓരോ ക്യാരക്ടർ നമുക്ക് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മൾ പിന്നെയും ഓരോ ക്യാരക്ടർ കിട്ടുമ്പോൾ ഇംപ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഞാൻ അത്ര ഒരു ആഗ്രഹം കൊണ്ട് വന്നതല്ല, അതൊരു ഗുഡ് ആക്സിഡന്റ് ആയിരുന്നു. ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ സംഭവിച്ചു. അത് പറ്റില്ല. എങ്ങനെയാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇതിൽ ചെയ്താൽ തന്നെ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ കോർഡിനേറ്റേഴ്സ് വന്നിരുന്നു. അങ്ങനെ CD കവറിനും ബുക്ക് ഇമേജസിനൊക്കെ വേണ്ടി അങ്ങനെ വന്ന് ചോദിച്ചിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഞാനത് ചെയ്തു. അത് ഫസ്റ്റ് ഒരു ദേവി കവറിന് വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ ഓക്കെ ശരി ദേവിയുടെ എല്ലാം ഇനി അത് വേണ്ടാന്ന് വെക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെന്നൈ നിൽക്കുന്ന നേരെ നമുക്ക് ഹൈദരാബാദിൽ പോകാം. ഹൈദരാബാദ് എത്തിയിട്ട് എൻ്റെ ഫസ്റ്റ് മൂവി ലവ് കെയർ എന്ന മൂവി ഇപ്പോൾ 2016 റിലീസായുള്ളൂ. അത് ശരിക്കും ഒരു സ്പെഷ്യൽ മൂമെന്റ് തന്നെയായിരുന്നു. കാരണം തമിഴ് ഓൾറെഡി എൻ്റെ ഒരു മദർ ടങ് പോലെ തന്നെ ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാംഗ്വേജ്, ആൾക്കാരെങ്ങനെയായിരിക്കും, എല്ലാം ഡിഫറെൻറ്റാണ്, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി അത് ചെയ്ത് ആ ഒരു മൂവി റിലീസ് ആവാന്ന് പറയുമ്പോൾ അത്രയും നാളത്തെ ആ ഒരു എഫേർട്ട് നമുക്ക് ഓർമ്മ വരെ ശരിക്കും അത് നല്ലൊരു മൂമെന്റ് തന്നെയാണ്. അപ്പൊ ശരിക്കും ലാംഗ്വേജ് ഒരു ഫോറിൻ ആണോ? അപ്പൊ നമുക്ക് അത്രയും പരിചയമില്ല. അപ്പം അതില് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോ മോള് ഓക്കെ പോയി? ഐ വാസ് നോട്ട് ഓക്കെ ആക്ച്വലി. ഞാനത് പ്രിപ്പയർഡ് ആയിരുന്നില്ല അതിനൊന്നും. എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് നോ പറയാം, എന്താണെന്നറിയില്ല. പിന്നെ അത് വരികയാണ് യെസ് യെസ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി. അതെ, അങ്ങനെ അത് ചെയ്തു. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ മൂവീസ് ഒക്കെ വന്നപ്പോൾ തമിഴ് ഉണ്ടായിരുന്നു, തെലുങ്ക് ഉണ്ടായിരുന്നു. ഞാൻ തമിഴ് ചെയ്തു ഓൾറെഡി. വൈ നോട്ട് ട്രൈ തെലുങ്കു? അങ്ങനെ ചെയ്തതാ ആസ് എ ചാലഞ്ച്. അതെ. ഓക്കെ, അപ്പൊ ഇപ്പൊ അത് റിലീസായി. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് വേറെ ആർട്ടിസ്റ്റിനെ ആരെങ്കിലും മീറ്റ് ചെയ്യോ? മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അല്ലു അർജുന്റെ ഒരു ഡൈഹാർഡ് ഫാൻ തന്നെ. അപ്പൊ കണ്ടു കാണും. എന്റെ ദൈവം വർത്താനം പറഞ്ഞോ? വർത്താനം പറയാൻ പറ്റിയില്ല, അത് മിസ്സായത്. പറ്റി അത് രസമുണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡ് മൂവി ചെയ്യായിരുന്നു, അത് പക്ഷെ റിലീസായില്ല. ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനും അച്ഛനും കോർഡിനേറ്ററും കൂടെ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഒരു ദിവസം ഇറങ്ങി. ആ ഒരു ഏരിയയിൽ അല്ലു അർജുൻ്റെ വൈഫ് ഹോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ ഒക്കെ പോയിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഇല്ല. ആള് പുതിയ BMW കാറിലൊക്കെ ഇങ്ങനെ വരിക. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ നൈസ്, നല്ലൊരു ചേട്ടൻ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല. ആള് ചിരിച്ചു തന്നെ. അയ്യോ പറയട്ടെ, ആളെ നോക്കി ചെറിയൊരു സ്മൈൽ എനിക്ക് തന്നു. അപ്പോൾ ഞാനും അങ്ങനെ തിരിച്ചു കൊടുത്തു. എനിക്ക് അപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ല. 2 സെക്കൻഡ് അതിനെ ക്രോസ് ചെയ്തപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അല്ലു അർജുനാണോ? ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ദൈവമേ ഞാൻ റോട്ടി കിടന്ന് ചെയ്താൽ എനിക്ക് തന്നെ അറിയില്ല, കിടന്ന് ചാടുകയായിരുന്നു. അത് ആള് മിററിൽ കൂടെ എന്നും കൂടെ നോക്കി ചിരിച്ചു. ഒരു നോട്ടീസ് എനിക്കാണെങ്കിൽ ആരോടെ എന്താ പറയണ്ടെന്ന് ഒരു പെടുത്തില്ല. കാരണം എക്സൈറ്റഡ് ആയി അല്ലേ? പക്ഷെ മിസ്സായി എന്തോ കഷ്ടല്ല. എങ്ങനെ നെക്സ്റ്റ് ടൈം ഞാൻ കാണണമെങ്കിൽ എന്തായാലും ഒരു ഡൈ ഹാർഡ് ഫാൻ ആണ്, അപ്പൊ എന്നാലും എടുക്കണ്ടേ. പക്ഷെ മിസ്സായി പോയിന്റെ ഒരു വിഷമവും കൂടെ ഉണ്ട്.